ആ ലത്തീഫിക്കല്ലേ? ആ മേലേടത്തെ ഉള്ള ഉമ്മാനോടൊന്ന് ഇറങ്ങി അങ്ങോട്ട് വരാൻ പറയോ? നീണ്ട ക്യൂവിൽ ഇങ്ങനെ തൻ്റെ ഊഴത്തിനായി അക്ഷമരായി കാത്തു നിൽക്കുന്നവർ. ചുട്ടുപൊള്ളുന്ന വെയിലിലും രാത്രിയിലും തിരക്കിന് ഒരു കുറവും ഉണ്ടാവാറില്ല. 2 പതിറ്റാണ്ട് മുമ്പ് വരെ മസ്കത്തിലെ ഈ ഫോൺ ബൂത്തുകൾ അങ്ങനെയായിരുന്നു. നഗരത്തിൽ അങ്ങിങ്ങായി നിരവധി ബൂത്തുകളുണ്ടെങ്കിലും എല്ലായിടത്തും ഊഴം കാത്തു നിൽക്കുന്നവരെ കാണാം. പരിഭവങ്ങൾ, പരാതികൾ, സന്തോഷങ്ങൾ, അങ്ങനെ ചെറിയ സമയത്തിനുള്ളിൽ അവർ പരസ്പരം തങ്ങൾ ഇവിടെയുണ്ടെന്ന ഉറപ്പുകൂടി ഉറ്റവർക്ക് കൈമാറി. കത്തിൽ എഴുതി ചോദിച്ചതിന് ചെറിയ വാക്കിലുള്ള മറുപടികൾ. ഈ ഫോണുകൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഒരുപാട് പേരുടെ കരച്ചിലും കണ്ണീരും ക്ഷോഭവും അതുപോലെ തന്നെ ശൃംഗാരവും അതുപോലെ തന്നെ എല്ലാ സ്വഭാവങ്ങളും കേട്ട് തഴമ്പിച്ചൊരു ഫോണാണിത്. ഒരു 25 വർഷം മുമ്പ് വരെ വാർത്താവിനിമയ മേഖലകളിൽ സജീവമായി നിന്നിരുന്ന ഒരു സാധനമാണ്. മൊബൈലുകൾ വ്യാപകമാവുന്നതിന് മുമ്പ് പ്രവാസികളും സ്വദേശികളും നാട്ടിലേക്കും തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഫോൺ ചെയ്യാൻ ഇത്തരം ബൂത്തുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഫോൺ കാർഡുകൾ ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. എല്ലാ കടകളിലും കഫ്റ്റീരിയകളിലും കാർഡുകൾ ലഭ്യമായിരുന്നു. 1 റിയാലിൻ്റെ കാർഡിന് 2 മിനിറ്റും ഏതാനും സെക്കൻഡും മാത്രമാണ് വിളിക്കാൻ കഴിയുക. വെള്ളിയാഴ്ചകളിൽ നിരക്കിളവുണ്ടാവാറുണ്ട്. അന്ന് പതിവിൽ കവിഞ്ഞ തിരക്കും ബൂത്തിന് സമീപം കാണാം. ആദ്യം ഇതിനൊരു കാർഡ് നമുക്ക് കിട്ടും. ഈ കാർഡ് ഇതിലിടണം. കാർഡ് ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫോണെടുത്ത് നമ്പർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആളുകളെ വിളിക്കാൻ പറ്റും. അപ്പോൾ നമ്പർ ചാലു ആകുന്നതോടുകൂടി ഇതിൻ്റെ മീറ്ററും ചരിക്കാൻ തുടങ്ങും. ആദ്യകാലത്ത് ഇന്ത്യയിലേക്ക് വിളിക്കാൻ ഇതിന് 450 പൈസയാണ് ഈടാക്കിയിരുന്നത്. വെള്ളിയാഴ്ചകളിൽ അത് ചിലപ്പോൾ 350 പൈസയായി കുറച്ചിരുന്നു. ഫോൺ വിളിക്കുമ്പോഴുണ്ടാകുന്ന പരിഭവങ്ങളും പരാതികളുമൊക്കെ പിന്നിൽ നിൽക്കുന്നവർക്കും കേൾക്കാമായിരുന്ന ഒരു കാലം. വരിയിൽ നിൽക്കുന്നവർക്കിടയിൽ വഴക്കും വക്കാണവും സാധാരണമായിരുന്നുവെന്ന് പഴയ പ്രവാസികൾ പറയുന്നു. സ്വന്തം വീട്ടിൽ ഫോണില്ലാത്തവർ അടുത്ത വീട്ടിലേക്ക് വിളിച്ചാണ് കാത്തിരിക്കാറ്. ഒരു പ്രാവശ്യം വിളിച്ച് 2ാം വിളിക്കായി വരിയിൽ വീണ്ടും നിൽക്കണം. ഓരോ നഗരങ്ങളിലും എവിടെയൊക്കെയാണ് ഫോൺ ബൂത്തുകൾ ഉള്ളതെന്നും എവിടെയൊക്കെ തിരക്ക് കുറയുമെന്നുമൊക്കെ പ്രവാസികൾക്ക് നല്ല ധാരണയായിരുന്നു. ആദ്യകാലത്ത് കോയിനിട്ടായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീടാണ് കാർഡുകൾ നിലവിൽ വന്നത്. പലപ്പോഴും ഇവിടെ അടിയും അതുപോലെ തന്നെ ഉന്തും തള്ളും ബഹളവും ഒക്കെ ഉണ്ടാകുമായിരുന്നു. പിന്നെ എല്ലാ സമയവും ഈ പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ഒരു രാത്രി 3 മണി മുതൽ തന്നെ ഇവിടെ തിരക്കാരംഭിക്കും. എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും എല്ലാ സമയത്തും പെരുന്നാൾ ദിവസങ്ങളിൽ ഇവിടെ വമ്പിച്ച തിരക്കായിരിക്കും. വിളിക്കാൻ കഴിയാതെ മടങ്ങിപ്പോകുന്നവരും ധാരാളം ഉണ്ടാവും. ചിലപ്പോൾ ഈ ബൂത്ത് കേടായി പോകും. അപ്പോൾ ആളുകൾ തിരിച്ചു പോകും. അതുപോലെ തന്നെ എവിടേക്കാണ് ബൂത്തുകളുള്ളത്, എവിടേക്കാണ് തിരക്ക് കുറഞ്ഞ ബൂത്തുകളുള്ളത് എന്നൊക്കെ ആളുകൾക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു. എവിടേക്കാണ് ബൂത്ത്, എവിടേക്കാണ് പെട്ടെന്ന് ആളുകൾ കുറഞ്ഞിരിക്കുക എന്നൊക്കെ എല്ലാ പ്രവാസികൾക്കും അറിയുമായിരുന്നു. മൊബൈൽ ഫോണുകൾ പ്രചാരത്തിലായതോടെ സ്ഥിതി ആകെ മാറി. ഹുണ്ടി കോളുകളും ഇൻ്റർനെറ്റ് കഫേകൾ വഴിയുള്ള കോളുകളും നിലവിൽ വന്നതോടെ പതുക്കെ ഇത്തരം ബൂത്തുകൾ ആളുകൾ മറന്നു തുടങ്ങി. ഇതോടെ ബൂത്തുകൾ വെറും നോക്കുകുത്തികളായി മാറി. പഴയ പ്രവാസികൾക്ക് ഏറെ കഥകൾ പറയാനുള്ള ഇത്തരം ബൂത്തുകൾ പുതിയ തലമുറക്ക് കൗതുക വസ്തു പോലുമല്ല. അക്കാലത്തുണ്ടായിരുന്ന മനോഹരമായ ഫോൺ കാർഡുകൾ ഇന്നും സൂക്ഷിച്ചു വെച്ച പ്രവാസികൾ പോലുമുണ്ട്. മധുരമുള്ള ആ കാലത്തിൻ്റെ നല്ല ഓർമ്മക്കായി.